PM ശ്രീ ഫണ്ടായി ഒരു നയാ പൈസയും വാങ്ങിയിട്ടില്ല എന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കാൻ 3 ഘട്ടങ്ങളുണ്ട്. ധാരണാപത്രം ഒപ്പിടുന്നതാണ് ആദ്യത്തെ ഘട്ടം. പക്ഷേ അത് കഴിഞ്ഞ ഉടൻ തന്നെ PM ശ്രീ സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു. ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത് എന്നും വി ശിവൻകുട്ടി ആരോപിച്ചു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ധാരണാപത്ര ഒപ്പിടൽ. 2, യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. 3, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ടീം ഈ സ്കൂളുകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കുവാൻ സാധ്യമാകും. സമഗ്ര ശിക്ഷ കേരളയുടെ 92 കോടി 41 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചത്. ഇത് PM ശ്രീ ഫണ്ട് അല്ല. ഇതാണ് സത്യമെന്നിരിക്കെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ തൊടു ന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണ് ഇവർ സ്വീകരിക്കുന്നത്.